നീ എന്തിനാ പേടിക്കുന്നത്? ജസ്റ്റ് ഓഡിയോ ചെക്ക് ചെയ്യുന്നതാണ്. നിന്നെ ഞാൻ മറ്റേ ജോബ് ഇന്റർവ്യൂവിന് വിളിച്ചോന്നല്ല. നീ എന്തേ പറഞ്ഞ? ജസ്റ്റ് പറഞ്ഞ. ഹലോ ചങ്ങായിമാരെ, നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഹോണ്ട CB350 ആയിരുന്നു നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഹോണ്ട ഹൈനസ് CB350. ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന രണ്ട് വണ്ടികളാണ് ഹോണ്ട CB350യും ഹോണ്ട CB350യും ഹോണ്ട ഹൈനസ് CB350യും. ഇത് രണ്ട് തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് ലുക്കിൽ മാത്രം. ബാക്കി എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. ഞാൻ വണ്ടി എടുക്കാൻ തന്നെ കാരണം ഈ വണ്ടിയാണ്. ഞാൻ ഹോണ്ടയുടെ വണ്ടി എടുക്കാൻ കാരണം, ഹോണ്ട CB350 എടുക്കാൻ കാരണം ഈ വണ്ടിയാണ്. കാരണം ഈ വണ്ടി ഇവൻ 2 വർഷം മുമ്പ് എടുത്ത വണ്ടിയാണ്. ഇത് എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ദിവസം ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അത് കാരണമാണ് ഞാൻ ഹോണ്ടയുടെ വണ്ടി എടുത്തത്. പിന്നെ അങ്ങനെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒന്നും ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അതൊക്കെ നമുക്ക് ഓൾറെഡി എന്താ പറയുക, യൂട്യൂബിലും അതുപോലെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. 350cc വണ്ടി, 181 kg, പിന്നെ 15 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു യൂസർ എക്സ്പീരിയൻസ്, ഒരു റൈഡർ എക്സ്പീരിയൻസ് തരാമെന്നുള്ളതാണ്. ഈ വണ്ടി സ്ഥിരമായിട്ട് ഓൺ ചെയ്യുന്ന, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുടെ ഒരു റൈഡർ എക്സ്പീരിയൻസ് തരാമെന്ന് വെച്ചിട്ട്. ഇത് നമ്മളെ കൂട്ടുകാരൻ ഗോകുൽ, ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ഒരുമിച്ചുള്ളതാണ്. അപ്പോൾ അവനെടുത്ത വണ്ടിയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഗോകുൽ ജനാർദ്ദനൻ. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് അവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഗോകുലെ, പിന്നെ ഈ വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. 2 വർഷം കഴിഞ്ഞു. എത്ര കിലോമീറ്റർ ഓടിനി? വളരെ കുറച്ച് ഓടിയിട്ടുള്ളൂ. ഞാനിത് ഒരുപാട് ഓടുമെന്നൊക്കെ പ്രതീക്ഷിച്ച് എടുത്തൊരു വണ്ടിയാണ്. പക്ഷേ ഓഫീസിലൊന്നും സ്ഥിരമായിട്ട് ഇപ്പോൾ പോകലില്ലല്ലോ. ഇപ്പോൾ ആഴ്ചയിലൊരിക്കോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൊക്കെ ഓഫീസിൽ പോലുള്ളൂ. കാരണം വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോ ഇല്ല. ഒരു 3600 3700 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 3700 കിലോമീറ്റർ ഓടില്ലേ? അപ്പോൾ എത്ര സർവീസ് ചെയ്ത്? സർവീസ് എല്ലാ 6 മാസത്തിലും സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവീസ്, ഒരു കാര്യം സർവീസിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ പലരും കമന്റ് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടായിരുന്നു. സർവീസ് ഭയങ്കര കോസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു AMC എടുത്തിട്ടുണ്ട്, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് ഹോണ്ടയിൽ നിന്ന്. അപ്പോൾ അത് കാരണം എനിക്ക് സർവീസ് കോസ്റ്റ് ഒരു 1500-ന് താഴെ വരുന്നുണ്ട് പെർ സർവീസ്. അപ്പോൾ ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കുള്ളൊരു പാക്കേജ് ആയിരുന്നു ഞാൻ എടുത്തത്. 2 വർഷത്തേക്കും 6 വർഷത്തേക്കുള്ളതുണ്ട്. ഞാൻ എടുത്തത് 2 വർഷത്തേക്കുള്ളതാണ്. അതിന് 2000 രൂപ കൊടുത്തിരുന്നു. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ആ കൊടുത്ത 2000 രൂപയേക്കാൾ കൂടുതൽ ലാഭമുണ്ട്. കാരണം എല്ലാ സർവീസിനും, എല്ലാ 6 മാസം സർവീസ് ചെയ്യുമ്പോഴും ലേബർ കോസ്റ്റ് കുറയുന്നുണ്ട്, പാർട്സിന്റെ കോസ്റ്റ് കുറയുന്നുണ്ട്. അങ്ങനെ എനിക്കൊരു 1200 രൂപ ടു 1500 രൂപയാണ് എനിക്ക് സാധാരണ സർവീസ് കോസ്റ്റ് വരുന്നത്. ഒന്ന്, ഈ വണ്ടി എടുക്കുന്നവർ ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ടിനെ കുറിച്ച്, AMC കുറിച്ചിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കുന്നത്. അവരാണ് എനിക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 6 വർഷത്തേക്കുള്ളതും ഉണ്ടായിരുന്നു, 2 വർഷത്തേക്കുള്ളതും ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ 2 വർഷത്തേക്കുള്ളതാണ് ചൂസ് ചെയ്തത്. 6 വർഷത്തേക്കുള്ള കുറച്ചുകൂടെ കോസ്റ്റ്ലി, അറൗണ്ട് 8000 അങ്ങനെ എന്തോ വരും. ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ളൂ അല്ലേ? കഴിഞ്ഞ വീക്കെൻഡിൽ സർവീസ് ചെയ്തതാണ്. അപ്പോൾ എത്ര സർവീസിന്? 1400 രൂപ. 1400 രൂപയിൽ ഞാനൊരു 250 റുപ്പീസിന്റെ പോളിഷും ചെയ്തായിരുന്നു. അത് അപ്പോൾ 1200 ആ റേഞ്ചിലെ സർവീസിന് വന്നിട്ടുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുമോ? റൈഡിങ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. വണ്ടി വളരെ സ്മൂത്ത് ആണ് ഓടിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പല വണ്ടി നോക്കിയിരുന്നു എടുക്കാനായിട്ട്. ആദ്യം ഞാൻ എന്താ പറയുക, 650cc വണ്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓടിച്ചു നോക്കി. അപ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ല ട്രാഫിക്കിൽ. കാരണം എനിക്കിത് മെയിനായിട്ട് ട്രാഫിക്കിലുള്ള യൂസാണ്. ഇപ്പോൾ ബാംഗ്ലൂർ, ഞാൻ താമസിക്കുന്ന ഒരു സൈഡിലാണ് ബാംഗ്ലൂരിൻ്റെ. എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സൈഡിലാണ്. ഒരു 30 കിലോമീറ്റേഴ്സ്, 25 to 30 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യണം ഓഫീസിൽ പോകാനായിട്ട്. അതും പീക്ക് ട്രാഫിക് ടൈമാണ്, ഏരിയയാണ്. ഇപ്പോൾ സിൽക്ക് ബോർഡ് പോലുള്ള സ്ഥലങ്ങൾ ക്രോസ് ചെയ്ത് ഔട്ടർ റിംഗ് റോഡിൽ കൂടെയാണ് പോകുന്നത്, ബമ്പർ ടു ബമ്പർ ട്രാഫിക്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് 650cc ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. കാരണം ചൂട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇത് സ്മൂത്താണ് ഓടിക്കാനായിട്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോണ്ടയുടെ വണ്ടി നമ്മൾ
സിറ്റി റൈഡിനും അതുപോലെ ലോങ് റൈഡിനും അതെ, രണ്ടിനും അടിപൊളിയാണെന്ന്. പറ്റും. അതെ, നീ ഇതില് ലോങ് റൈഡ് എവിടെയും പോയിട്ടുണ്ടോ? ലോങ് റൈഡ് അങ്ങനെ ലോങ് റൈഡ് എന്ന് പറയാനായിട്ടൊന്നും പോയിട്ടില്ല. പക്ഷെ എൻ്റെ വൈഫിന്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർണാടകയിൽ തന്നെയുള്ള കോലാർ, ബംഗാർപേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അത് ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാറുണ്ട് വണ്ടിയും കൊണ്ട്. അപ്പോൾ എന്താ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ലോങ് ആയിട്ടുള്ള ട്രിപ്പ് പോലെ ഒന്നും അങ്ങനെ പോയിട്ടില്ല. പിന്നെ എന്റെ ആ വണ്ടിക്ക് CB350യുടെ സീറ്റ് കുറച്ച് ഹാർഡാണ്. അത് ഇതിനും ഉണ്ട്. ഇതിനും കുറച്ച് ഹാർഡാണ്. അത് ഒരു ബക്കറ്റ് സീറ്റ് കിട്ടും ഹോണ്ടയുടെ, പക്ഷെ അത് അത്ര ഒരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടൂറിംഗ് സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിംഗ് പാക്കേജ് നമുക്ക് ചെയ്യാം. അപ്പൊ ടൂറിംഗ് സീറ്റ് പ്ലസ് എന്താ ഇവിടെ മറ്റേ ബാക്ക് റെസ്റ്റ് കാരിയർ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വരുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അതും എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഓടിക്കുന്നില്ലല്ലോ, 2 വർഷത്തിലും ആകെ 3600 കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ല എന്നുള്ളൊരു ഇതാണ്. പിന്നെ ഇപ്പൊ ഏകദേശം 2 വർഷം നീ ഓടിച്ചു. ഏകദേശം ഒരു 3000-4000 കിലോമീറ്റർ ഓടി. അതെ. ഇതില് മേജർ ആയിട്ട് പാർട്സ് എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? മറ്റേ നമ്മുടെ ബ്രേക്ക് പാഡ് ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഓട്ടം കുറവല്ലേ. എന്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months ഉള്ള സർവീസേ ഉള്ളൂ, അല്ലാതെ കിലോമീറ്റർ വൈസ് ആയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് അങ്ങനെ മാറാനുള്ള ടൈം ആയില്ല. ഓയിൽ ചേഞ്ച് ചെയ്യാറുണ്ട്. നീ വണ്ടി എടുത്തതിന് ശേഷം എടുത്താണ് ഞാൻ. എന്റെ ഏകദേശം 30,000 ഓടി. നിന്റെ ഓട്ടം അങ്ങനെ അല്ലല്ലോ. കാരണം ഞാൻ ഡെയിലി ഓഫീസിലേക്ക് എനിക്കൊരു അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു 60-70 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പൊ വണ്ടി ചുരുക്കി പറഞ്ഞാൽ 2 വർഷം അധികം ഓടിയില്ലെങ്കിലും വണ്ടിക്ക് പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രശ്നം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് ഹെഡ്ലൈറ്റിന്റെ ബ്രൈറ്റ്നസ് തീരെ കുറവാണ്. ഫോഗ് ലാമ്പ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ വെക്കാനായിട്ട് കുറെ ആലോചിച്ചു. പിന്നെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് എക്സ്ട്രാ ഫോഗ് ലാമ്പ് വെക്കുമ്പോൾ. അത് കാരണം പിന്നെ അത് മാത്രമല്ല, ഞാൻ പിന്നെ അധികം ഓട്ടോ ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ എന്നാ വേണ്ടാന്ന് വെച്ചു. എനിക്കൊക്കെ ഞാൻ ഈ ലോങ് റൈഡ് ഒക്കെ പോകുന്ന സമയത്ത് അത് വേണം, നടക്കില്ല. ഒരിക്കൽ തന്നെ പെട്ടെന്ന്. പിന്നെ എന്റെ വണ്ടിക്കും അതുപോലെ ഞാൻ കുറെ കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ വണ്ടിക്ക് പെയിന്റ് ചിപ്പ് ചെയ്യുന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. എന്റെ സൈലൻസറിന്റെ ഈ ഏരിയയിലൊക്കെ ഉണ്ട്, സൈലൻസറിന് മറ്റേ ഷോക്ക് അബ്സറിന്റെ ഈ സൈഡിലൊക്കെ പെയിന്റ് ചിപ്പ് ചെയ്ത് പോവാ. അതുപോലെ ഇവിടുത്തെ, പക്ഷെ നിന്റെ വണ്ടിക്ക് ആ പ്രശ്നം കാണുന്നില്ല. അല്ല, അത് ഇതാണ് അവര് മാർക്ക് ചെയ്തതാണ്. അതല്ലാണ്ട് വേറെ ചിപ്പ് ചെയ്യുന്ന പ്രശ്നം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നു നമ്മള് വണ്ടി ഉപയോഗിക്കുന്നതിനനുസരിച്ച് വണ്ടി ചൂടാകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇത് പെയിന്റ് ചിപ്പിംഗ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ള അധികം ആൾക്കാരും പിന്നെ എന്താ പറയാ, വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പെയിന്റ് ചിപ്പിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വണ്ടി അധികം യൂസ് ചെയ്യാത്തൊരു വണ്ടിയാണ്. 2 വർഷം ആയിട്ടുണ്ടെങ്കിലും അധികം യൂസ് ചെയ്യാത്തൊരു വണ്ടി കാരണം ഇതിലിങ്ങനെ പെയിന്റ് ചിപ്പിന്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിന്റെ മൈലേജ് ഒക്കെ എങ്ങനെയാണ്? എത്ര മൈലേജ് ഇപ്പോ മൈലേജ് പറയുകയാണെങ്കിൽ എനിക്ക് 2 തരത്തിൽ മൈലേജ് കിട്ടാറുണ്ട്. കാരണം നമ്മളിപ്പോ ലോങ് എല്ലാം പോവുകയാണെങ്കിൽ അധികം കൈ കൊടുക്കാതെ പയ്യെ ആക്സിലറേറ്റ് ചെയ്ത് അധികം RPM കയറ്റാതെ ഓടിക്കുകയാണെങ്കിൽ എനിക്ക് 35-38 വരെ എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ സാധാരണ സിറ്റി കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ കുറച്ച് കൈ കൊടുത്ത് ഓടിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ റോയൽ എൻഫീൽഡിന്റെ ആ ഒരു സൗണ്ട് അല്ല, എന്നാൽ സ്പോർട്സ് ബൈക്കിന്റെ പോലത്തെ സൗണ്ടും അല്ല, ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ സൗണ്ട് കേൾക്കാൻ ഒരു രസമാണല്ലോ കൈ കൊടുത്ത് ഓടിക്കുമ്പോൾ. അപ്പൊ ഞാനങ്ങനെ കൈയൊക്കെ കൊടുത്ത് ഓടിക്കുവാണെങ്കിൽ സിറ്റിയിൽ എനിക്കൊരു 30 ആവറേജ് കിട്ടുന്നുണ്ട്. ഈ വണ്ടിക്ക് ചില ആൾക്കാർ 40, 35+40 ഒക്കെ കിട്ടുന്നു. അത് ഓടിക്കുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ഹൈവേയിലെല്ലാം എനിക്ക് 38 വരെയും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ, ഐ മീൻ റൈഡിങ് സ്റ്റൈലിൽ. അല്ല ഇപ്പോൾ കുറച്ച് സ്മൂത്ത് ആയിട്ട് ഓടിക്കുവാണെങ്കിൽ ഇത് 40+ കിട്ടും. പിന്നെ ഇതിന്റെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്ലച്ചാണ്. അല്ലേ, ക്ലച്ച് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ചാണ്. ജസ്റ്റ് ഒരു ഫിംഗർ കൊണ്ട് നമുക്ക് പിടിക്കാവുന്ന ക്ലച്ചാണ്. ഇത് നീ ഈ ഒരു സെഗ്മെന്റിലുള്ള വേറെ വണ്ടിയൊക്കെ ഓടിച്ചിട്ടില്ല. അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഒരു എക്സ്പീരിയൻസ്? ഓടിക്കാനായിട്ട് ഇത് സുഖമാണ്. കാരണം ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബജാജിന്റെ അവെഞ്ചറാണ്. അപ്പൊ അതൊരു ക്രൂയിസ് ബൈക്കാണ്. അങ്ങനെയുള്ള ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഇതിലേക്ക് മാറിയപ്പോൾ ഇരിക്കുന്ന ഒരു സ്റ്റൈല് വ്യത്യാസമുണ്ട്. പിന്നെ എന്താണ്, ഞാൻ ഈ റോയൽ എൻഫീൽഡിന്റെ വണ്ടികളൊക്കെ, ഫ്രണ്ട്സിന്റെ വണ്ടികളെല്ലാം ഓടിക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയാ, ഈവൻ 650cc ബൈക്സും ഓടിക്കാറുണ്ട്.
അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഹാൻഡിലേക്ക് വൈബ്രേഷൻ ഒട്ടും വരുന്നില്ല. അതാണ് അതിന്റെ മെയിൻ കാര്യം. അത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ആ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഹോണ്ടയുടെ വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് റോയൽ എൻഫീൽഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈബ്രേഷൻ വൈബ്രേഷനെ ഒട്ടും ഇല്ല. കിട്ടില്ല. ഒരു കുലുക്കമില്ലാത്ത വണ്ടിയാണ്. ഒരു 100-120 പോയാലും. അതെ, സാധാരണ 350cc ബൈക്കുകൾ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറെ നേരം കൈ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങനെ ഒരു തരിപ്പ് വരും, വൈബ്രേഷൻ വന്നിട്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഇതിനില്ല. പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് ഓടിക്കാറ്, റൈഡിങ് ഗ്ലൗ ഇട്ടിട്ടാണ് ഓടിക്കാറ്. റൈഡിങ് ഗ്ലൗ ഇടുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്, ഒരു പ്രശ്നവും ഫീൽ ചെയ്യില്ല. പിന്നെ ഈ എഞ്ചിന് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ, കാരണം ഇതിന്റെ എഞ്ചിനും CB350യുടെ എഞ്ചിനും സെയിം എഞ്ചിനാണ്. ഇതിന്റെ 5th ഗിയറിൽ പവർ ഇല്ല. അതൊരു ചിലപ്പോൾ നമുക്ക് 5th ഗിയർ ഒരു ആവശ്യമില്ലാത്തൊരു സാധനം പോലെ തോന്നാറുണ്ട്. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തേക്കണേന്ന് അറിയോ? എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ചാല് ഇതിന്റെ ഗിയർ ചേഞ്ച് റേഷ്യോ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോ റോയൽ എൻഫീൽഡിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗിയർ മാറണം. കുറച്ച് RPM കയറിയിട്ടാണ് നെക്സ്റ്റ് ഗിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫിഫ്ത്ത് ഗിയർ ഇടാറില്ല, ഫോർത്ത് തന്നെ ഇടാറില്ല. ഞാൻ ഇപ്പൊ സിറ്റിയിലേക്ക് ഓടിക്കുന്നെങ്കിൽ സെക്കൻഡ് തേർഡിലാണ് ഞാൻ മിക്കവാറും പോകാറ്. ഫിഫ്ത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൈവേയിലാണെങ്കിൽ ഒരു 80+ കയറിയാലാണ് ഫിഫ്ത്ത് ഇട്ടിട്ട് ഒരു കാര്യമുള്ളൂ. അപ്പൊ ഫിഫ്ത്തിന്റെ ആ ഒരു റേഷ്യോ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലാണ്ട് അത് ഇവരുടെ ആ ഒരു ഡിസൈനിന്റെ വ്യത്യാസമാണ്, അല്ലാതെ പവർ കുറവെന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഓവറോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അതെ, നമ്മൾ പുതിയതായിട്ട് ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് കണ്ണും പൂട്ടി എടുത്തോളം പറയും. കാരണം എനിക്ക് ഇപ്പൊ അതുണ്ടോന്ന് അറിയില്ല. ഞാൻ ഈ വണ്ടി എടുത്തപ്പോ എനിക്ക് ഇതിന്റെ എഞ്ചിന് 10 years വാറന്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ എടുത്ത ടൈമില് ഈ E20 മറ്റേ ഫ്യൂവൽ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ വേർഷനാണ് ഈ വണ്ടി. ഈ വണ്ടി ഇറങ്ങിയ ടൈമിൽ ഞാൻ എടുത്തതുകൊണ്ട് എനിക്കൊരു എന്താണ് 10 years വാറന്റിയാണ്, എഞ്ചിൻ വാറന്റിയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഹോണ്ടയുടെ ഒരു കോൺഫിഡൻസ് ആണത്. 10 years ഒരു എഞ്ചിന് വാറന്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ എഞ്ചിന് മേലുള്ള അവരുടെ ഒരു കോൺഫിഡൻസ് ആണത്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള എക്സ്പീരിയൻസിലെ എഞ്ചിൻ വൈസ് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതിന്റെ സർവീസ് ഒക്കെ വരുന്നത് 6000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6 months. അപ്പോ പിന്നെ ഇത് നീ എന്റെ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഓടിക്കാൻ സുഖം? രണ്ടും ഓടിക്കാൻ സുഖമാണ്. പിന്നെ അത് കുറച്ചുകൂടെ ക്ലാസിക് സ്റ്റൈലിലുള്ള ഒരു വണ്ടിയാണ്, ഇത് കുറച്ചുകൂടെ ഒരു നേക്കഡ് സ്റ്റൈലിലുള്ള ഒരു വണ്ടിയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ തോന്നിയിട്ടുള്ളൂ, അല്ലാതെ ഓടിക്കാൻ അങ്ങനെ ഒരുപാട് വ്യത്യാസമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വണ്ടി എക്സ് ഷോറൂം ഏകദേശം 196 എങ്ങാണ്ടാണ് തോന്നുന്നത്. അത് കുറച്ചും കൂടി കൂടുതലാണ്, 210 എങ്ങാണ്ട് വരുന്നുണ്ട്. അപ്പോ ഹോണ്ടയുടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസിക് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ CB350 എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഹൈനസ് 350 എടുക്കാം. ഇത് കൂടുതലും റോഡുകളിൽ ഈ വണ്ടിയാണ് കാണുന്നത്, കാരണം ഇത് കുറെ നാളായിട്ട് ഉണ്ടല്ലോ. അപ്പൊ ഒരു വെറൈറ്റി വേണം എന്നുള്ള ഒരു ഫീൽ ഉള്ളവർക്ക് ആ വണ്ടിയിലേക്ക്, പിന്നെ ഒരു റോയൽ എൻഫീൽഡിൽ നിന്ന് പോകുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ ആ വണ്ടി ആയിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ എളുപ്പം. റോയൽ എൻഫീൽഡിന്റെ ലവേഴ്സ് റോയൽ എൻഫീൽഡിൽ പോവില്ല. ഈ വണ്ടി കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പോവുള്ളൂ. അല്ല, എന്റെ റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സും ഈ വണ്ടി യൂസ് ചെയ്തിട്ട് അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് പൊളിയാണ് വണ്ടി. നമ്മൾ കൊടുക്കുന്ന കാശിന് ഉള്ള വർത്ത് ഉണ്ട്.